ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 അങ്ങനെ തീരാൻ പോകുകയുള്ളൂ. സോ ഇപ്പോൾ 2024 കണ്ട മൂവീസിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് മലയാള സിനിമ, കുറച്ച് തമിഴ് പടങ്ങൾ, പിന്നെ അതർ ലാംഗ്വേജസ്, പിന്നെ നോൺ ഇന്ത്യൻ മൂവീസ്. സോ അപ്പോൾ ആ പടങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ കാണും. ഇൻ കേസ് ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മലയാളം മൂവീസിന് തുടങ്ങാം. ആദ്യത്തത് മഞ്ഞുമൽ ബോയ്സ്, പിന്നെ കിഷ്കിന്ത കണ്ടുകൊണ്ട്, പിന്നെ ആവേശമുണ്ട്, പിന്നെ പ്രേമലുണ്ട്, സൂക്ഷ്മദർശിനി, ARM, ആടുജീവിതം, വാഴ, പിന്നെ നമ്മുടെ റീസെന്റ് ഇറങ്ങിയ മാർക്കോ. സോ ഇത്രയും പടങ്ങളൊക്കെയാണ് എനിക്ക് മലയാളത്തിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടം. പിന്നെ തമിഴിലേക്ക് പോവാമെങ്കിൽ ലെബർ പന്തുണ്ട്, പിന്നെ മെയ്യഴകനുണ്ട്, മഹാരാജ നമ്മുടെ വിജയ് സേതുപതിയുടെ, പിന്നെ അമരൻ ശിവകാർത്തികേയൻ്റെ, പിന്നെ വാഴ എന്ന് പറഞ്ഞ പടം. അത് മോസ്റ്റ് ഓഫ് ആൾക്കാർ ഇതുവരെ കണ്ടിട്ടുള്ളതൊരു പടമാണ്. OTT ആയിട്ടുണ്ട്, OTT പോലും ആൾക്കാർ കണ്ടിട്ടുള്ളതൊരു പടമാണ്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കണ്ടിരിക്കുക. അതർ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ലക്കി ഭാസ്കർ ഉണ്ട്, കൽക്കി 2898 AD ഉണ്ട്, കില്ല്. സോ അപ്പോൾ ഇത്രയും പടങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ മൂവീസിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പടം. പിന്നെ നോൺ ഇന്ത്യൻ മൂവീസ് എന്ന് പറയുമ്പോൾ ഡെഡ്പൂൾ ആൻഡ് ദ വോൾവറിൻ, പിന്നെ ഡ്യൂണിൻ്റെ പാർട്ട് 2, പിന്നെ മങ്കി മാൻ, പിന്നെ ട്രാൻസ്ഫോമേഴ്സ് 1. സോ അപ്പോൾ ഇത്രയും പടങ്ങളൊക്കെയാണ് 2024 എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടപ്പെട്ട പടങ്ങൾ. സോ ഇപ്പോൾ 2024 ഒരുപാട് പടങ്ങൾ, ഒരുപാട് സ്റ്റാർസിൻ്റെ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വൻ ഹൈപ്പിൽ ഇറങ്ങി, വൻ പ്രൊമോഷനിലൊക്കെ ഇറങ്ങി ഒരുപാട് പടങ്ങൾ നിരാശകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രൊമോഷൻസോ വർക്കുകളോ ഒന്നും ഇല്ലാതെ വന്ന് ഹിറ്റടിച്ച് പോയ പടങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഇറങ്ങിയ ഒരുപാട് പടത്തിനകത്ത് മോസ്റ്റ് ഓഫ് പടങ്ങളും നമുക്ക് എന്താ പറയുക, നിരാശ മാത്രമേ തന്നിട്ടുള്ളൂ. സോ അപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ പടങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് വൻ എക്സ്പെക്റ്റേഷനോട് നമ്മൾ പോയി കണ്ടതൊക്കെ അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവാത്ത പടങ്ങളാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് 2024 തോന്നിയ പടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.